എല്ലാവർക്കും നാടൻ ഹോബിയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ സുനിത വിനോദ്. എല്ലാവർക്കും എൻ്റെ പുതുവത്സര ആശംസകൾ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു വെജ് മഞ്ചൂരിയൻ ആണ്. ഒരു ഇൻഡോ ചൈനീസ് റെസിപ്പിയാണ്. വെജിറ്റബിൾസ് എല്ലാം ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം കോൺഫ്ലോറും മൈദയും മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്തതിന് ശേഷം സോസ് ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു കറിയാണിത്. പേർക്കെങ്കിലും ഇത് ഉണ്ടാക്കാൻ അറിയായിരിക്കാം, പക്ഷേ ഈ രീതിയിലൊന്ന് ട്രൈ ഔട്ട് ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വെജ് മഞ്ചൂരിയൻ ഉണ്ടാക്കുന്നത് നോക്കാം. ക്യാബേജ് ചോപ്പ് ചെയ്തത് 4 കപ്പ്, ക്യാരറ്റ് ചോപ്പ് ചെയ്തത് 2 കപ്പ്, വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് 2 ടേബിൾ സ്പൂൺ, ഇഞ്ചി ചോപ്പ് ചെയ്തത് 2 ടേബിൾ സ്പൂൺ, സ്പ്രിംഗ് ഓണിയൻ ചോപ്പ് ചെയ്തത് 3 ടേബിൾ സ്പൂൺ. സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ക്യാപ്സിക്കം ചോപ്പ് ചെയ്തത് 1/2 കപ്പ്, ഉപ്പ് 3/4 ടേബിൾ സ്പൂൺ, മൈദ 5 ടേബിൾ സ്പൂൺ, കോൺഫ്ലോർ 3 ടേബിൾ സ്പൂൺ. എന്നിട്ട് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യാം. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് വച്ചേക്കുക. അപ്പോഴത്തേക്ക് അതിൽ നിന്ന് വെള്ളം ഊറി വരും. ആ വെള്ളം കളഞ്ഞതിന് ശേഷം ഒന്നും കൂടെ കയ്യിൽ വെച്ചിട്ട് പിഴിഞ്ഞ് കളയാം. എന്നിട്ട് വേണമെങ്കിൽ ഉരുട്ടിയതിന് ശേഷം കോൺഫ്ലവർ മുക്കി എണ്ണയിൽ വറുത്താൽ ഒന്നും കൂടെ നന്നായി ഇരിക്കും. ചെറിയ ഉരുളകളാക്കി എടുക്കുക. എന്നിട്ട് കോൺഫ്ലോർ ഉണ്ടെങ്കിൽ അതിന് ഒന്ന് ചെറുതായിട്ടൊന്ന് മുക്കിയിട്ട് വറുക്കുന്നത് നന്നായിരിക്കും. ഡ്രൈ ആയിട്ടിരിക്കും, പൊട്ടിപ്പോവില്ല. ഇങ്ങനെ ചെയ്താൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. എന്നിട്ട് ഓരോന്നും വറുത്തെടുക്കാം. ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി അത് മറിച്ചിടാം. രണ്ട് സൈഡും ഫ്രൈ ആയിട്ടുണ്ട്. ഇനി അത് കോരിയെടുക്കാം. എന്നിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി വെജ് മഞ്ചൂരിയനുള്ള സോസ് തയ്യാറാക്കാം. ഇതിനായിട്ട് 3 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 1/2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1/2 ടേബിൾ സ്പൂൺ സോയ സോസ് ചേർക്കാം. ഈ പാൻ അടുപ്പിൽ വെച്ച് ഇഞ്ചി ചോപ്പ് ചെയ്തതും വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും ഇട്ടൊന്ന് ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സ്പ്രിംഗ് ഓണിയൻ ചോപ്പ് ചെയ്തത് ചേർക്കാം. രണ്ട് മീഡിയം സൈസ് സവാള സ്ക്വയറായിട്ട് കട്ട് ചെയ്തത് ചേർക്കാം. അതൊന്ന് ചെറുതായി വഴന്നു വരുമ്പോഴത്തേക്ക് ക്യാപ്സിക്കം കട്ട് ചെയ്തത് ചേർക്കാം. 2 കളറിലുള്ള ക്യാപ്സിക്കം കട്ട് ചെയ്തത് യൂസ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ഫ്രൈ ആകുമ്പോഴത്തേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന സോസ് ചേർക്കാം. ചൈനീസ് ഡിഷ് ആയതുകൊണ്ട് എല്ലാം ഹൈ ഫ്ലെയിമിലിട്ടാണ് കുക്ക് ചെയ്യുന്നത്.
അതുകൊണ്ട് കുക്ക് ചെയ്യാനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും പാനിനടുത്ത് വച്ചതിന് ശേഷം മാത്രമേ കുക്ക് ചെയ്യാൻ തുടങ്ങാവൂ. അപ്പോൾ എല്ലാം അടുത്തുണ്ടെങ്കിൽ പെട്ടെന്ന് കുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. ഒരു കപ്പ് വെള്ളവും കൂടെ ചേർക്കാം. ചൂട് വെള്ളം ചേർക്കുന്നതായിരിക്കും നല്ലത്. ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. ടേസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ പഞ്ചസാര ചേർക്കുന്നത്. പുളിപ്പോ ഉപ്പോ ഇച്ചിരി മുന്നിട്ട് നിൽക്കുകയാണെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർക്കുകയാണെങ്കിൽ അത് ബാലൻസ് ചെയ്ത് പോകും. കറി ഒന്ന് കുറുകി വരുമ്പോഴത്തേക്ക് ഫ്രൈ ചെയ്ത് വെച്ച വെജിറ്റബിൾ ബോൾസ് ചേർക്കാം. ഈ വെജിറ്റബിൾ ബോൾസ് കറിക്കകത്ത് ഇട്ടതിന് ശേഷം കൂടുതൽ നേരം ഇട്ട് ഇളക്കരുത്, അത് പൊട്ടിപ്പോകും. അപ്പോൾ ശ്രദ്ധിച്ച് വേണം ഇളക്കാൻ. കറിയൊന്ന് കുറുകി കിട്ടാനും ഡ്രൈ ആവാനും വേണ്ടി ഒരു ടീസ്പൂൺ കോൺഫ്ലോർ 1 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് 1-2 ടേബിൾ സ്പൂൺ ആവാം വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ചേർക്കാം. കറി കുറുകി വന്നിട്ടുണ്ട്. ടേസ്റ്റി വെജിറ്റബിൾ മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും നാനിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ കറിയാണിത്. ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. സൂപ്പർ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ഔട്ട് ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യൂ. താങ്ക് യു.